നമസ്കാരം ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. മൈ നെയിം ഈസ് നിത്യ. ഡിയേഴ്സ്, ഇന്ന് ഞാനും അനീഷയും എടപ്പള്ളി പള്ളിയിലോട്ട് പോവാണ് കേട്ടോ. ഓക്കെ, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതുവരെ ഈ പള്ളീൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടില്ല. എന്നും ഇതുവഴി ഡെയിലി ഇതിൻ്റെ ഫ്രണ്ടിലൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ പോലും ഉള്ളിലോട്ട് ഞാൻ ഇതുവരെ എൻട്രി ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് പള്ളിയിൽ പോവാ എന്നുള്ളത്. അപ്പം നൈറ്റാണ് ഞങ്ങൾ ഇറങ്ങിയത്. ശരിക്കും പറഞ്ഞാൽ ക്ലോസ് ചെയ്യാൻ ടൈമൊന്നും അറിയില്ല. ഞങ്ങൾ ചുമ്മാ പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട് പോവായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പള്ളിയുടെ ഭംഗി ഇന്നാണ് ഞാൻ ആസ്വദിച്ചത് കേട്ടോ. ഈ പള്ളിയിൽ പോവാ അല്ലെങ്കിൽ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമുക്കൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണല്ലേ കിട്ടുന്നത്. നല്ലൊരു പീസ്ഫുൾ അല്ലെങ്കിൽ കാമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് നമുക്ക് പള്ളിയിലും കാവിലൊക്കെ കിട്ടുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പോകാനായിട്ട്. പക്ഷെ എന്നൊന്നും പോകാനായിട്ട് തോന്നില്ല. ചില ദിവസങ്ങളിൽ നമുക്കൊന്ന് പോയിട്ട് ഒന്ന് പ്രാർത്ഥിക്കാനൊക്കെ തോന്നും. അത് നമുക്ക് കാര്യങ്ങൾ കറക്റ്റായിട്ട് നടത്തി തരും എന്നുള്ളത് കൊണ്ടൊന്നും അല്ല, പക്ഷെ നമ്മുടെ ഒരു വിശ്വാസമല്ലേ അത്. അതേപോലെ തന്നെ നമ്മുടെ മൈൻഡ് ഫ്രീ ആവാനും കൂടെ നമ്മൾ അമ്പലത്തിലും പള്ളിയിലൊക്കെ പോകുന്നതല്ലേ. ഞാൻ അങ്ങനെയാണ് കേട്ടോ. പ്രാർത്ഥിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ പള്ളി ക്ലോസ് ചെയ്യാനുള്ള ടൈം ആയിട്ടോ. ശരിക്കും പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ട് ലേറ്റ് ആയിട്ടാണ് വരുവാണെങ്കിൽ ശരിക്കും ഉള്ളിലോട്ട് എൻട്രി പോലും ചെയ്യാൻ പറ്റില്ല. കുറച്ച് നേരത്തെ ആയതുകൊണ്ട് ഉള്ളിലോട്ടൊന്ന് കയറാനും പറ്റി, പ്രാർത്ഥിക്കാനും പറ്റി. പ്രാർത്ഥിച്ച് ഇറങ്ങിയപ്പോഴാണ് ഞങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചത്. അനീഷയുടെ ചെരുപ്പ് പൊട്ടി ഡിയേഴ്സ്. അവളിനി എന്ത് ചെയ്യുന്നു പറഞ്ഞിട്ട് നിൽക്കുമായിരുന്നു. കാരണം പള്ളിയിൽ നിന്ന് ഹോസ്റ്റലിലോട്ട് കുറേ നടക്കാനുണ്ട്. അവള് പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഉരച്ചിട്ടൊക്കെ ഞങ്ങൾ ഒരുവിധം നടന്നു വന്നു. പിന്നെ വിചാരിച്ചു ചെരുപ്പ് എന്ന് വിചാരിച്ചു. നൈറ്റ് ഇങ്ങനെ ഈ സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര രസമാണ് കേട്ടോ. ചില ടൈമിൽ നമുക്കിങ്ങനെ നടക്കുമ്പോൾ ഒരു എന്താ പറയാ, നമുക്ക് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒപ്പം സംസാരിച്ച് ചിരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്ത് നടക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് ഡിഫറെന്റ് ആണ് കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? തിരിച്ചു വന്നപ്പോൾ പിന്നെ ഞങ്ങൾ എന്തായാലും ഫുഡ് കഴിക്കാനായിട്ട് കയറി. നമ്മുടെ എടപ്പള്ളിയുടെ സൈഡിലായിട്ട് ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ വെറും 49 ആണെന്ന് തോന്നുന്നു, എനിക്കത് ഓർമ്മയില്ല. എന്തായാലും പ്രൈസ് കുറവായതുകൊണ്ടാണ് ഞങ്ങൾ കയറിയത് കേട്ടോ. അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ ഒരാളെ മീറ്റ് ആക്കിയത്. ഞാൻ മുന്നേ ഉണ്ടല്ലോ കുറച്ച് മൂവീസിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എന്റെ ഫസ്റ്റ് മൂവിയാണ് കത്തനാര്. സോ ആ കത്തനാർ എന്ന് പറയുന്നത് ജയസൂര്യയുടെ അപ്കമിങ് മൂവിയാണ്. ആ മൂവിയിൽ പരിചയപ്പെട്ട ഒരു ചേട്ടനെ ഈ ഒരു ഷോപ്പിന് ഫ്രണ്ടിൽ വെച്ചിട്ട് ഞങ്ങൾ യാദൃശ്ചികമായി കണ്ടു കേട്ടോ. പെട്ടെന്ന് ഷോക്കായി പോയി. കാരണം ആ ഒരു സിനിമ ഞാൻ ആ വർക്ക് കഴിഞ്ഞിട്ട് ഐ തിങ്ക് ഒരു 6-7 മാസം കഴിഞ്ഞിട്ടുണ്ടാവും. അതിനുശേഷമാണ് ഞാൻ ഈ ഒരു ചേട്ടനെ കാണുന്നത്. അപ്പൊ എന്തായാലും ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു. ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ആ ഷോപ്പിൽ നിന്ന് ഞങ്ങൾ പിരിഞ്ഞത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഹോസ്റ്റലിലോട്ട് നടന്നു പോകുമ്പോഴാണ് ഞങ്ങളുടെ ആന്റീനെ ഞങ്ങൾ കാണുന്നത് കേട്ടോ. അപ്പൊ ആന്റി എന്ത് പറഞ്ഞു, ഞങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചു തരാന്ന് പറഞ്ഞു. സോ ഞങ്ങൾ ആന്റീനെ എന്തായാലും കൂടെ കൂട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ ആന്റി ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ. നല്ല ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ആളാണ്. ഞങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾക്കും തിരിച്ച് ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് സുഗർ സിപ്പിലായിരുന്നു കേട്ടോ. എടപ്പള്ളിയിലുള്ളവർക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും ഈ ഒരു ഷോപ്പ്. അങ്ങനെ ഇവിടെ കയറിയിട്ട് 2 അവിൽ മിൽക്കും കഴിച്ചപ്പോൾ വയറങ്ങ് നിറഞ്ഞു ഞങ്ങളെ. ഇവിടുത്തെ അവിൽ മിൽക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അങ്ങനെ ആന്റി വണ്ടിയിലും പോയി, ഞങ്ങൾ നടന്നിട്ടും ഹോസ്റ്റലിലോട്ട് പോയി. നടന്നു വരുന്ന വഴി ലുലുവിന്റെ ഒരു സൈഡിലായിട്ട് ഒരു വണ്ടി ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്നത് കണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് പേര് ഇങ്ങനെ ആ വണ്ടി ഇങ്ങനെ തള്ളിയും കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി. ആക്സിഡന്റ് വല്ലതും പറ്റിയോ എന്ന് പേടിച്ചു പോയി. അങ്ങനെ നടന്ന് ലാസ്റ്റ് ഞങ്ങൾ ഹോസ്റ്റലിൽ എത്തിയിരിക്കുകയാണ് ഡിയേഴ്സ്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.